ഇതാണ് ബോജ സാറ്. എല്ലാവർക്കും ശ്രീദേവി ട്രാവൽസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ബോച്ചയുടെ ഞാറയ്ക്കൽ പിന്നെ കടുങ്ങാശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഇത് വേറെ ഒന്നുമില്ല, വൈപ്പിൽ കൂടി വന്നു കഴിഞ്ഞാൽ എളുപ്പമാണ്. അപ്പോൾ അവിടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമുക്കിന്ന് പോയി നോക്കാം. ഇതാണ് ബോച്ച സാറിൻ്റെ കേട്ടാ, ഇതാണ് ബോച്ച സാറിൻ്റെ പ്രതിമ. ഇവിടെ ഫ്രീ ബോട്ടിംഗ് ആണ്. അതുപോലെ തന്നെ ഫുഡ് കള്ളടിക്കാം, എന്ത് വേണമെങ്കിലും ഉണ്ട് ഫുഡായിട്ട്. നമുക്ക് നോക്കാം എല്ലാം. കുൾഫീസ് അവൈലബിൾ ഹിയർ. എന്നാൽ ഞാൻ പപ്പയോട് പറയണത് ഇവിടെ വരാമെന്ന്. ഇവിടെ കള്ള് മാത്രമല്ല, ഇവിടെ ഒരു എൻ്റർടൈൻമെൻറ്റും ആണ്, എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. എന്നുവെച്ചാൽ ബോട്ടിങ്, അതുപോലെ ഫ്രീ ബോട്ടിങ്, അതുപോലെ ഫാമിലി ക്യാബിൻസ്, കുൾഫീസ് അവൈലബിൾ ഹിയർ, അതുപോലെ ഫുഡ് ഐറ്റംസ്, ഇവിടുത്തെ സ്റ്റാഫ്സ്. അല്ല ഞാൻ വിളിച്ചത് കുഴപ്പമില്ല. പ്രോഗ്രസ് ആണെങ്കിലല്ലേ അയാളുടെ സ്റ്റാഫിനെ കിട്ടണ്ടേ. കുഴപ്പമില്ല, ആര് പറഞ്ഞോട്ടെ. നിങ്ങൾ എത്ര ആളായി മക്കളെ ഇവിടെ വർക്ക് ചെയ്യണം? കുറച്ചുള്ള. എന്താ പേരെന്താ? അഞ്ജന. വീട് കോട്ടയം. എത്ര ആളായി ഇവിടെ വന്നിട്ട്? 1.5 വർഷം. ഞങ്ങളിവിടെ വരണമെന്ന് ഓർത്ത് എൻജോയ് ചെയ്ത് ഇങ്ങനെ വരാമെന്ന് വിചാരിച്ചിട്ട്. അതെന്റെ ഹസ്ബൻഡ്, ഇത് ഞങ്ങളുടെ മോനാണ്. ഇവിടത്തെ പറ്റി ഫുഡ് എല്ലാം അല്ല, അത് അതിന് നല്ല രീതിയിലല്ലേ പറയണം. അതിന് മോൻ പിടിച്ച സാറ്, ഇത് സാറിന് വേണ്ടിട്ടല്ലേ നമ്മൾ. എല്ലാ ഓണേഴ്സിനെ കണക്കൊന്നുമല്ല. പുള്ളി നമുക്ക് അത്യാവശ്യം ബോച്ചായിട്ടാണെങ്കിലും പിന്നെ ആളുടെ മകളും മരുമകനെക്കാട്ട് നല്ലോണം അത്യാവശ്യം ഇംഗ്ലീഷ്. സാറിന് എത്ര മക്കളാ? ആൾക്കൊരു മോളേ ഉള്ളു, അന്യനാണ് പേര്. മകളുടെ ഭർത്താവും ഫിലിം ഫീൽഡിലൊക്കെ നിൽക്കുന്നതാണ്, ക്വീൻ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ആളാണ്. അതെ, ശരി, ഫേമസ് ആണ്. ഞാൻ ഇതിലും കണ്ടായിരുന്നു, ഒരു യൂട്യൂബിലെ ഒരു പ്രോഗ്രാമിൽ മോളെ കണ്ടായിരുന്നു. നല്ല അത്യാവശ്യം നമ്മളോട്ടൊക്കെ നല്ല സഹകരിച്ച് ഭയങ്കര ഫ്രണ്ട്ലി ആണ് കേട്ടോ. ശരി, ആ പുള്ളിക്കാരത്തി എന്താ ചെയ്യണ? ഇത് തന്നെയാണോ? ആക്ടർ തന്നെയാണോ? അല്ലല്ല, ആള് ഇതൊക്കെ നോക്കി നടത്തുന്നു. ഒരു മോള് മാത്രം? ഒറ്റ മോളേ ഉള്ളു, ഒറ്റ മോളാണ്, ഒറ്റ മകളാണ്. മിക്കവാറും വരാറൊക്കെ ഉണ്ട്, ഇവിടെ വരാറുണ്ട്. ഇതെല്ലാം നോക്കി എല്ലാ മാസവും വരാറുണ്ട്. ഇത് മാത്രല്ല, കുറെ ഉണ്ടല്ലോ ബോച്ച സാറിന്. ബോച്ചയുടെ ഒത്തിരി പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇതേപോലെ തന്നെയുള്ള ഹോട്ടലുണ്ട്. ഇതുപോലെ ഇത് മാത്രം ഇതേ കേരളത്തിൽ മാത്രമുള്ളൂ. പിന്നെ ഇളങ്ങുന്നപ്പോഴും വേറൊരെണ്ണം, ചെറിയൊരു ഷാപ്പ് പോലെ. പിന്നെ ഇത് ഒരു റിസോർട്ട് ഉണ്ട്. പിന്നെ എല്ലാം ഗോൾഡിന്റെയും ഫിനാൻസും ട്രാവൽ ഏജൻസി ഉണ്ട്. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബോച്ചയുടെ പ്രധാനപ്പെട്ട ഷാപ്പ് എന്ന് പറയാനില്ല, എന്നാലും എൻജോയ്മെന്റ് അല്ല. ഇവിടെ ആകുമ്പോഴേ നമുക്ക് ഫാമിലിക്ക് എൻജോയ്മെന്റ് ചെയ്യാം. ഫാമിലിയായിട്ട് കുഞ്ഞ് പ്രായപരിധി ഇല്ല, ഫുഡ് കഴിക്കുന്നവർക്ക് പ്രായപരിധി ഇല്ല. പിന്നെ കള്ളു കുടിക്കുന്ന നമുക്ക് 23 വയസ്സ് പറയുന്നല്ലോ. അതെ, അത് മാറ്റാൻ പറ്റില്ല. അല്ല, ഇവിടെ വേറെ സ്കൂൾ പരിപാടി ഒന്നും ഇല്ല. എനിക്കറിയാം, വളരെ നീറ്റുള്ള സ്ഥലമാണ്, എല്ലാ കാര്യവും ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. അത്യാവശ്യം ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് പിള്ളേർക്ക് തന്നെ. ഇപ്പൊ കഴിക്കണം എന്ന് വെച്ചാൽ ഫാമിലിക്ക് ആവുന്ന തന്നെ ആൾക്കാർക്ക് ആഹാരം കഴിക്കാൻ മാത്രമല്ല, കുട്ടികൾ വരുമ്പോഴത്തേക്ക് അവർക്കുള്ള ഒരു എളുപ്പം കൂടെ നോക്കുന്നുണ്ട്. അതൊക്കെയാണ് ചിലപ്പം ഉണ്ടാവാതിരിക്കാൻ ചാൻസ് വരില്ല. ബാക്കിയെല്ലാം കിട്ടും. സീസണലായിട്ട് ഇന്ന് പക്ഷേ അങ്ങനെ ഇഷ്ടമുള്ള ഫേവറേറ്റ് ഒക്കെ ആയിട്ട് ചോദിക്കണം. ഇഡലി ഇടിയപ്പൊക്കെ ചോദിച്ചോളെ, അത് കുഴപ്പമില്ല. ചെറിയ ഫിഷ് ഒന്നും നമ്മള് ബുക്ക് ചെയ്തിട്ട് പോണോ? അത് വരുമ്പോ ബുക്ക് ചെയ്താ പോരെ? അല്ല, ഇവിടെ വിസിറ്റിംഗ് കാർഡ് ഉണ്ട്, അത് മേടിച്ചാലും മതി. അല്ലെങ്കിൽ ഗൂഗിളിൽ നോക്കിയാൽ അതിനകത്ത് നമ്പർ ഉണ്ട്. ഞങ്ങളുടെ മക്കള് വിദേശത്ത്, അപ്പൊ അവിടെ വരും, മോനുമായിട്ട് വരപ്പോ അത് എടുക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ വളരെ ഇഷ്ടം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞാല് വളരെ നന്ദി. ഓക്കെ, താങ്ക് യു. ഒരു പരിചയപ്പെടില്ല, ഒരാൾ കോട്ടയത്തും ഒരാളുടെ വീട് ഇവിടെ അടുത്ത് തന്നെയാന്ന് പറഞ്ഞ. അവരിപ്പോ ഇതിപ്പോ കേരളത്തില്
ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന ഇതാണെന്ന് പറഞ്ഞാൽ ഈ ഷാപ്പാണ്. ഷാപ്പ് എന്ന് പറഞ്ഞാൽ ഫുൾ ഫാമിലി എൻജോയ്മെൻറ്റ് ചെയ്യണ സ്ഥലം. ഇവിടെ ഫിഷിംഗ് ഉണ്ടായിരുന്നു. അപ്പം അന്ന് ഞാൻ ഫിഷിംഗ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമുക്ക് ചെയ്യാം, അത് കഴിയട്ടെ. സിസ്റ്റേഴ്സ് എവിടെന്നാ? ഞങ്ങളൊരു വ്ലോഗ് വീഡിയോ ചെയ്യാണ്. കുഴപ്പമില്ല, വ്ലോഗ് വീഡിയോ ആണ് എടുക്കുന്നതിന് കുഴപ്പമാണ്. ഞങ്ങള് സാറിന്റെ ഇതൊക്കെ എടുക്കാൻ വേണ്ടിട്ട് വന്നതാണ്. ഇവിടെ വരാറുണ്ട്. അപ്പൊ ഇന്നിപ്പോ ഞങ്ങൾ ചെറുതായിട്ടൊരു ഇത് ചെയ്യുന്നുണ്ട്, ചാനലുണ്ട്. അതുകൊണ്ട് അപ്പൊ ഒന്ന് എടുക്കാന്ന് ഞാൻ സിസ്റ്റേഴ്സ് ഒക്കെ ആയിട്ട് അരമന തുടങ്ങി എനിക്ക് നല്ല പരിചയമുള്ള ആളാണ്. ഇവിടെ അരമന ഇല്ലേ, മറ്റേ ഹൈക്കോട്ടെ, അവിടെ ഞാൻ ഹെൽത്തിലുണ്ടായിരുന്നപ്പോ തുടങ്ങി അവിടെ പോകുമായിരുന്നു. സിസ്റ്ററെ പുള്ളിക്ക് മേഴ്സി സിസ്റ്റർ അല്ലേ, വക്കീലെ, അവരൊക്കെ അറിയാം എനിക്ക്. രണ്ടുപേരും എവിടെന്നാ? ഞങ്ങള് ഇവിടെ ചാത്തനാടുന്നാണ് നോർത്ത് പറവൂർ. അപ്പൊ ഇത് ഇതായിട്ട് ഒരു ഔട്ടിങ്ങിന് വന്നതാണ്. യെസ്, ഓക്കെ. ഇവിടെ ഞാൻ രണ്ടാമത്തെ തവണ. ഞങ്ങള് രണ്ടാമതാണ്. ഞങ്ങളൊരു ഡിന്നറിന് വന്നിട്ടുണ്ട്, ഒരു വെഡിങ്ങിന്റെ. അപ്പൊ അങ്ങനെ വന്നപ്പോ ഇത് ഹസ്ബൻഡ്, ഇതൊരു മോനാണ്, ചെയ്യുന്ന മോനാണ്. ഇതിവിടെ ഫിഷിംഗ് ആണ്. നമുക്ക് ഫ്രീ ആയിട്ട് ഫിഷിങ് ചെയ്യാം. വന്നു കഴിഞ്ഞാൽ എൻജോയ്മെന്റ് ചെയ്യുമ്പോ തന്നെ ഫിഷിംഗ് ആണ്. ഫിഷിങ് ചെയ്ത് നോക്കട്ടെ കേട്ടാ, എന്തല്ലേ നോക്കട്ടെ. അതിൽ ഫുഡ് ഇട്ട് കൊടുക്കണം. ഫുഡ് ഇടാതെ വന്നു കഴിഞ്ഞാൽ, ഫുഡ് ഇടാതെ എങ്ങനെ എടുക്കണേ അറിയില്ല, നോക്കാം. അല്ലെങ്കിൽ ഓൾറെഡി ഉണ്ടാവുമല്ലേ. ഫിഷ് ചെയ്യാൻ പോവാണ്, ഒന്ന് നോക്കാം അല്ലേ. അല്ലെങ്കിൽ കിട്ടണമെങ്കിൽ കിട്ടട്ടെ. ഓക്കെ, ചിലപ്പോഴും അതിലൊന്നുമില്ല. ഇല്ല, ഒന്നും കാണുന്നില്ല. ഫിഷ് എന്താ കേട്ടാ. അയ്യോ, മീൻ വന്നായിരുന്നു പോയി. മീന് എനിക്ക് തോന്നുന്നു ആ സൈഡിലൊക്കെ ഉണ്ടാവുള്ളൂ, വെറുതെ ചുമ്മാ ഇടാന്ന്. അത് ഇവിടെ ഓരോ കൗണ്ടറുകളാണ്, ഫുഡിന്റെ ഓരോ കൗണ്ടറുകളാണ്. നമുക്കിങ്ങനെ ഓർഡർ അനുസരിച്ചിട്ട് അവര് ഇവിടുന്ന് സർവ് ചെയ്യുന്നതാണ്. ഇങ്ങനെ പോയി അങ്ങനെ പോരാ, അങ്ങനെ പോയി അവിടം വരെ പോവാ. കേറാമോ? പിന്നെ ധൈര്യത്ത് കയറാം. അതെ, വീണ തോട്ടിൽ കിടക്കും. അത് ഇട്ടോളട്ടെ, നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റും. അതും കൂടി എടുക്കണേ. അടിപൊളി അല്ലേ. ഇവിടെ ഓരോ കൗണ്ടറുകളുണ്ട്. ഫാമിലിക്ക് ഇരുന്ന് എൻജോയ് ചെയ്തിട്ട് കഴിക്കാനും. ഞങ്ങളന്ന് വന്നപ്പോഴേ കൗണ്ടറാണ്. ഞങ്ങൾ ഫസ്റ്റ് വന്നപ്പോ അവിടം വരെ വന്നോളെ. ഇവിടം വരെ വന്നില്ല. നല്ല കാറ്റും. കാണിച്ചു തരാൻ പാ, അത് അടിപൊളിയായിരിക്കും. നമുക്ക് നോക്കാം. ഞങ്ങൾ ഇവിടെ വരെ ഒന്നും ഇത്രയും എൻട്രി ഉണ്ടെന്ന് തോന്നിയില്ല കേട്ടോ അവിടെ നോക്കിയപ്പോ, അല്ലേ. ഫുഡ് സർവീസിംഗ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്യാം. ഫുഡൊക്കെ ആദ്യം വന്നപ്പോഴേ നല്ല സൗകര്യമുണ്ട് ഇവിടെയൊക്കെ. ചൂടപ്പം, പാലപ്പം. കാലാവസ്ഥ കാരണം കൊണ്ട് നല്ല പാലപ്പുണ്ട് ഇവിടെ. അതാണ് ഓർത്താണ് രണ്ടാമത് വന്നേക്കണേ. സൂപ്പറാണ്. അതേ വഞ്ചി ഉണ്ടാ. ഇതാണ് പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ വഞ്ചി. ഷോയ്ക്ക് വെച്ചേക്കണ. അതെടുത്ത് അങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് അതിന്റെ ഉള്ളിലാണ് കൂടിക്കഴിഞ്ഞാൽ സുഖമായി ഇട്ടിരിക്കല്ലേ, ഷോയ്ക്ക് വെച്ചേക്കണല്ലേ. മൂടിയ വഞ്ചിയല്ലേ. ഇനി നമ്മൾ അങ്ങോട്ട് പോണില്ല, അത് എൻ്റെ അവിടെ പുല്ല, അങ്ങോട്ട് പോകണ്ട. അപ്പൊ ബോട്ടിങ് അതുപോലെ ഫാമിലി ആയിട്ട് വരുമ്പോ വന്ന് എൻജോയ് ചെയ്യാൻ കുട്ടികളെല്ലാവരുമായിട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ ബോട്ടിംഗ് ഉണ്ട്, ഫ്രീ ആയിട്ട്. ഫിഷിങ് ഫ്രീ, എല്ലാം ഫ്രീ ആണ്. ഫുഡ് മാത്രം നമ്മൾ പൈസ കൊടുത്താൽ മതി. നല്ല ഫുഡും ഉണ്ട്. ഏതൊക്കെ ഫുഡാ? പാലപ്പം, ചൂടപ്പം, അതുപോലെ തന്നെ ഫിഷ് കറി, ഫിഷ് ഫ്രൈ, കൊഞ്ച്, എന്ത് വേണമെങ്കിലും അവർ കറക്റ്റ് ചെയ്യും. പിന്നെ ചെറുതായിട്ട് പറഞ്ഞാൽ കള്ളൊക്കെ ഉണ്ട്. അതിപ്പോൾ ഇഷ്ടമാണെങ്കിൽ കഴിക്കാൻ. ഇപ്പം എത്രയോ ടൂറിസ്റ്റുകൾ വന്നിട്ട് പോകണം. അപ്പം നമുക്ക് ബോട്ടിങ്ങിലൊന്ന് പോകാം, ഒന്ന് ശ്രമിച്ചു നോക്കാം. ബോട്ടിൽ പോകാം. ഇതിൽ ചിലപ്പോൾ മീന് നല്ല വലിയ മീൻ ഉണ്ടാവും മോനെ. കാരണം എനിക്ക് മീൻ പിടിക്കണമെന്നുണ്ടായിരുന്നു. ഇത്തിരി നേരത്തെ വന്നെങ്കിൽ പിടിക്കാൻ അല്ലേ. ഇതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ രണ്ട് സൈഡും റിവറാണ്. അടിപൊളിയല്ലേ. ടൈം കഴിഞ്ഞു. ഇത് ഒരെണ്ണം എടുക്കാം, എന്നാലേ അതില് ഫസ്റ്റ് കൊടുക്കേണ്ടത് ഇതായിരിക്കും അല്ലേ. ബോട്ടിങ്ങിന്റെ ടൈം എന്തോ അല്ല, ഞാൻ സെക്കൻഡ് ആണ്. താങ്ക് യു.
ഒരു ലൈറ്റുള്ള സ്ഥലത്ത് ഇരിക്കാം. ചെറുതായിട്ട് ഫുഡ് കഴിക്കാം. അവിടെ എവിടെ ഇരിക്കാം. എടാ ലൈറ്റ് എവിടെ ഉള്ളത് നോക്കിട്ടേ, ലൈറ്റ് എവിടെ ഉള്ളത് നോക്ക്. ലൈറ്റ് കിട്ടുന്നത് എവിടെ നോക്ക്, അവിടെ ഇരിക്കാം. നല്ല ലൈറ്റ് ഉള്ളു. നല്ല മറ്റേ ഇതിലാ അവിടെ സ്മെല്ല് ഇങ്ങനെ വരുമല്ലേടാ. അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ആരംഭമാണ്. അപ്പൊ മെനു വന്നു, ഫുഡ് ഓർഡർ ചെയ്യാൻ പോവാണ്. അപ്പൊ DJ ഒക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാനുള്ള തയ്യാറുണ്ട്. എന്താ വേണ്ട? തമിഴാണ് എഴുതിയിരിക്കുന്നത്. എല്ലാവർക്കും പറയും മഹേഷ് ഇംഗ്ലീഷിലാണ്. തമിഴ് എഴുതിയിരിക്കുന്നത്. അത് മഹേഷ് നോക്കി പറഞ്ഞു. ഇംഗ്ലീഷിലാണ്. ഇതേപോലെ നോക്കി. ഇത് അടിപൊളി. അന്ന് വന്നപ്പോ കഴിച്ചതാ. അന്ന് നമ്മൾ ഡിന്നറിന് ഇതെടുക്കാം. കള്ളപ്പം എന്തെങ്കിലും വാങ്ങിക്കാം. മട്ടൻ മട്ടനോ ചിക്കനോ വേറെന്താ വേണ്ട. അപ്പോൾ ടേസ്റ്റ് എടുക്കാം. വെരി ടേസ്റ്റി. വന്നു ചേട്ടൻ ഓർഡർ ചെയ്ത കള്ളൊക്കെ വന്നിട്ടുണ്ട്. കഴിച്ചു നോക്കട്ടെ എന്തായാലും. പതിയെ പേരാണ് ഒഴിച്ചേര് വെച്ചാ കളയാതെ ഒഴിച്ചതല്ലേ. നിങ്ങൾ രണ്ടുപേരും കഴിച്ചാൽ മതി, ഞാൻ കഴിക്കുന്നില്ല. കള്ള് ഓർഡർ ചെയ്ത കള്ള് വന്നു, കള്ള് കുടിച്ചു. സൂപ്പർ. ചൂട് ചൂട് സീഫുഡ് ഫിഷാ ഫിഷ്. മതി. എന്തൊക്കെ ഐറ്റം. എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. ഇവിടുത്തെ എല്ലാ ഫുഡും അതുപോലെ ബിഹേവിയറും കാര്യങ്ങളും. സാർ വരാറുണ്ടോ? അപ്പൊ എല്ലാം അടിപൊളി. എല്ലാ ഫുഡും അടിപൊളിയായിരുന്നു. നല്ല സെർവായിരുന്നു. ഇനി വീണ്ടും വരും പുതിയ ആൾക്കാരെ. ഞങ്ങളിപ്പോ സെക്കൻഡ് വരും. മോളുടെ വീട് എവിടെയാ? അടുത്ത് തന്നെയാണ്. എന്ത് ചെയ്യാ? ഇത് തന്നെ ജോലി ഇത് തന്നെ. മാരീഡാണ്. ബാവോള് കുട്ടികൾ? 2 കുട്ടികൾ. സ്റ്റാഫാണല്ലേ? ഓക്കെ. എന്താ നെയിം? നേപ്പാൾ. ഓക്കെ. വച്ചട നല്ല ഫുഡായിരുന്നു. ഞങ്ങളിപ്പോ സെക്കൻഡ് ടൈമിനാ വരും. ഫാമിലിയൊക്കെ ആയിട്ട് വരാം. എന്തൊക്കെ ഐറ്റംസ് കഴിച്ചത്? ഞങ്ങള് കഴിച്ചത് കക്ക, പിന്നെ പാൽക്കപ്പ, സാധാരണ കപ്പ പോത്ത്. പിന്നെ ഫുഡിന്റെ ഐറ്റം പറയുകയാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ടത് പാൽക്കപ്പ, പിന്നെ പാലപ്പം വാങ്ങി. പിന്നെ കള്ള് വാങ്ങി. ഓക്കെ, താങ്ക് യു. സാറപ്പം എങ്ങനെയുണ്ടാവണം ഇവിടെ? എപ്പോഴെങ്കിലും ഇടയ്ക്ക് വരുള്ളൂ അല്ലേ? അടയ്ക്കുള്ളൂ. എനിക്ക് എൻ്റെ ഒരു കസിൻ്റെ ചേട്ടൻ്റെ സിസ്റ്ററുടെ മോള് ജുവലറിയിൽ വർക്ക് ചെയ്യുന്നത് മണ്ണാർക്കാട്. ടീച്ചറാവളോ? അപ്പൊ അതിന്റെ കൂടെ ഞങ്ങള് ചോറ്റാനിക്കര തോന്നുന്നത്. ഞങ്ങളുടെ നാട് പാലക്കാട. ഹസ്ബൻഡാ. ഇത് ഞങ്ങളുടെ ഒരു മോൻ തന്നെയാണ്. പുള്ളി ഇതും ചെയ്യും, ഡ്രൈവിംഗ് എല്ലാം കൂടെ ഉണ്ടാവും. മോനെയാണ് മോന് ടേസ്റ്റാ. മോന് പോയി കുട്ടിയൊക്കെ. അപ്പൊ ഞങ്ങളൊരു ഡിന്നർ വന്നു. മോന്റെ ഫ്രണ്ടിന്റെ മാൾട്ടേന്ന് വന്നവരുടെ ഡിന്നർ ഇവിടെ വെച്ചായിരുന്നു. അങ്ങനെ വന്നപ്പോ ഇത് കണ്ടു പരിചയം. പിന്നെ വരാനായിട്ട് ഇഷ്ടമുണ്ടായിരുന്നു. പകല് വന്നു. ബോട്ടിംഗ് കഴിഞ്ഞപ്പോഴോ. ഓക്കെ, താങ്ക് യു. ബൈ ബൈ. പാലപ്പം അടിപൊളിയാണ്. പിന്നെ കക്ക, പിന്നെ കപ്പ ആൻഡ് പോത്ത്.
കപ്പ ആൻഡ് പോത്ത്, പിന്നെ ബീഫ് ഫ്രൈ, പിന്നെ ബീഫ് കറി, പിന്നെ വേറെന്താ വാങ്ങിയല്ല പാൽക്കപ്പ, അത് പ്രധാനമാണ്. എല്ലാവരും വരിക, ഫാമിലി ആയിട്ട് ഒന്ന് വിസിറ്റ് ചെയ്യുക. അടിപൊളി ഏരിയയാണ്, എൻജോയ്മെന്റ് ആണ്. ബോട്ടിംഗ് ഉണ്ട്. അപ്പൊ 6 മണിക്ക് മുമ്പായിട്ട് വന്ന ബോട്ടിങ് ആൻഡ് ചിൽഡ്രൻസ് പ്രോഗ്രാം എല്ലാം. ഇപ്പൊ DJയും ഫുഡും കാര്യങ്ങളൊക്കെ ഉള്ളു, എന്നാലും ഒരുപാട് സൗകര്യമുള്ളൊരു സ്ഥലമാണ്. ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ ശ്രീദേവി സഹദേവൻ, ബൈ.